ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത, അതായത് കഴിഞ്ഞ ഡിസംബർ 7 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ വിസ സ്ട്രീമാണ് SID വിസ അല്ലെങ്കിൽ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ഐഡിയാസ് ഒന്നും ആർക്കും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് വന്നേക്കുന്ന ക്വയറീസിൽ നിന്നും മനസ്സിലായേക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു പഴയ 482 വിസ ഇപ്പോൾ ഉണ്ടോ, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തോ, ഇനിയിപ്പോ അങ്ങനെ ടെമ്പററി വിസ നമുക്ക് കിട്ടില്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു പുതിയ വിസേനെ പറ്റിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാന്ന്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ടൈം, അതിന്റെ കോസ്റ്റ്, വെയിറ്റിംഗ് പീരീഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഓസ്ട്രേലിയൻ മൈഗ്രേഷന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, അതല്ല ഓസ്ട്രേലിയ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കാണാനായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോകാം. 2024 ഡിസംബർ 7 ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ എന്ന പേരിൽ പുതിയ വിസ ലോഞ്ച് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പഴയ 482 TSS 482 വിസ, അതായത് ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ, ആ ഒരു വിസയുടെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഈ ഒരു SID വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു സിഡ് വിസ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനൊക്കെ എലിജിബിൾ ആകും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഓസ്ട്രേലിയയിൽ 4 വർഷം വരെ സ്റ്റേ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ആണ് ഈ ഒരു വിസ അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത്. അത് ഹോങ്കോങ് പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണെങ്കിൽ 5 ഇയേഴ്സ് വരെ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാനായിട്ട് പറ്റും, പക്ഷെ അതിന് ഗവൺമെന്റ് സപ്പോർട്ട് ഒന്നും കിട്ടത്തില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അൺലിമിറ്റഡ് ട്രാവൽ ഫ്രം ആൻഡ് ടു ഓസ്ട്രേലിയ ആണ്. ഈ ഒരു 4 ഇയർ പീരീഡിൽ നമുക്ക് അൺലിമിറ്റഡ് ട്രാവൽ നടത്താനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ ഡിപ്പെൻഡൻസിനെ നമ്മളുടെ കൂടെ ഈ വിസയിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അവർക്കും വർക്ക് പെർമിഷൻ കിട്ടുന്നതായിരിക്കും. നമ്മളുടെ പഴയ 482 വിസ പോലെ തന്നെയാണിത്. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇത് പെർമനന്റ് റെസിഡൻസിയിലേക്കുള്ള ഒരു പാത്വേ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതായത് ആഫ്റ്റർ 2 ഇയേഴ്സ് ഓഫ് വർക്ക്. പിന്നെ ഇതിനകത്ത് പെർമനന്റ് റെസിഡൻസിയുടെ ഒരു കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഈ ഒരു SID വിസയ്ക്ക് ഏജ് ലിമിറ്റ് ഇല്ല. കാരണം ഈ ഒരു ക്വസ്റ്റ്യനും എനിക്ക് ഒരുപാട് വരുന്നുണ്ട്. SID വിസയ്ക്ക് ഇറ്റ്സെൽഫ് ഏജ് ലിമിറ്റ് ഇല്ല, അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ PR-ന് എലിജിബിൾ ആവണമെങ്കിൽ, നമ്മൾ ഏതൊരു PR-ന് അപ്ലൈ ചെയ്യണമെങ്കിലും ഏജ് 45 ഇയേഴ്സിന് അണ്ടറിലായിരിക്കണം. അപ്പൊ ഇതാണ് ഇവിടെ വരുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു SID വിസയിൽ ഓസ്ട്രേലിയയിൽ എൻ്റർ ആയെങ്കിലും നമ്മൾ PR എലിജിബിലിറ്റിക്ക് 45ന്റെ താഴെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ SID വിസയുടെ അണ്ടറിൽ 4 സ്ട്രീംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 3 എണ്ണമാണ് എനിക്ക് ഇമി സൈറ്റിൽ കാണാനായിട്ട് പറ്റിയത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത്, അതായത് 3 ഡിഫറെന്റ് സ്ട്രീംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആണ്. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹൈ പേയ്മെന്റ് കിട്ടുന്ന, ഹൈ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറീസിനാണ്. അപ്പം അതിന്റെ മിനിമം ആനുവൽ സാലറി എന്ന് പറയുന്നത് $135,000 ഓസ്ട്രേലിയൻ ഡോളർ പെർ ഇയർ ആണ്. അപ്പോൾ അത് നമ്മൾക്ക്, അതായത് നഴ്സസിന് ആ ഒരു വിസ കാറ്റഗറി ബാധകമാവത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. SID വിസയിലെ രണ്ടാമത്തെ സ്ട്രീമാണ് കോർ സ്കിൽ ഒക്യുപ്പേഷൻ പാത്വേ. അപ്പോൾ ഈ ഒരു പാത്വേ ആണ് നമ്മളുടെ കറന്റ്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന TSS 482ന്റെ ഒരു വേർഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ നഴ്സിംഗ് പ്രൊഫഷൻ ഇൻക്ലൂഡ് ആവുന്നത് ഈ ഒരു പാത്വേയിലാണ്. അപ്പോൾ ഈ ഒരു പാത്വേയില് സീസോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 456 ഒക്യുപ്പേഷൻസ് ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 456 ഒക്യുപ്പേഷൻസിൽ ഉള്ളവർക്ക് ഈ ഒരു പാത്വേ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ വിസ സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വിസയ്ക്ക് നമ്മൾ എലിജിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആനുവൽ സാലറി $73,150 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ഓ ഹയർ ആയിരിക്കണം.
അതായത് നമ്മൾ നഴ്സസിന്റെ സാലറി എപ്പോഴും ആ ഒരു 73,000 എബോവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് എലിജിബിൾ ആണ്. അതേപോലെ തന്നെ നമ്മളുടെ ഒക്യുപ്പേഷൻ ഈ ഒരു സീസോൾ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഒരു 456 ഒക്യുപ്പേഷൻസ് ഈ ഒരു ലിസ്റ്റിലുണ്ടെന്ന്. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണമായിരിക്കണം. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ്, അത് എല്ലാത്തിനും ഒരേപോലെ തന്നെയാണ്. അതേപോലെ തന്നെ അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് നമുക്ക് IELTS 5 ഇൻ ഈച്ച് ബാൻഡ് ആണ് ഇവർ പറഞ്ഞേക്കുന്നത്. അതിന്റെ ഒരു മറ്റുള്ള ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഈ ഒരു വിസ കിട്ടുന്നത് 4 ഇയേഴ്സിനാണ്, അൺലെസ് യു ആർ എ ഹോങ്കോങ് പാസ്പോർട്ട് ഹോൾഡർ. ഇതിലെ മൂന്നാമത്തെ സ്ട്രീമാണ് എസെൻഷ്യൽ സ്കിൽ പാത്വേ. അപ്പോൾ ഈ ഒരു പാത്വേയില് ഒരു ലിസ്റ്റ് ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല, ഐ മീൻ പുറത്ത് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറിയിൽ ഏതൊക്കെ ജോബ്സ് ആണ് പെടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ അതിന്റെ സാലറി എന്ന് പറയുന്നത് 73,150 കുറവുള്ള ഒക്യുപ്പേഷനിലുള്ളവരെ ആയിരിക്കും. അത് ഇവിടുത്തെ ആ ഒരു എംപ്ലോയ്മെന്റ് ഷോർട്ടേജ് പരിഹരിക്കാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വിസയാണ്. അതായത് ലെസ് ഇൻകം ആവശ്യമായിട്ടുള്ള ഒരു വിസയാണ്. അപ്പൊ ഇത് നമ്മൾക്ക് അത് ബാധകമാവാനായിട്ടുള്ള ചാൻസ് ഇല്ല. പക്ഷെ ബാക്കിയുള്ള ക്രൈറ്റീരിയസ് എല്ലാം തന്നെ സെയിം ആണ്. അതായത് ലാംഗ്വേജ് റിക്വയർമെന്റ്, എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആണ് എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ 4 ഇയേഴ്സ് സ്റ്റേ ബാക്ക് ഉണ്ട്, ആൻഡ് PR പാത്വേയിലേക്കുള്ള ആ ഒരു എലിജിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫീസ് ക്രൈറ്റീരിയയിലോട്ട് പോകാം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 482 വിസേനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഫീസിലുള്ള ഡിഫറൻസ്, അതായത് വിസ ഫീസിലുള്ള ഡിഫറൻസ് ഇവിടെ ഇല്ല. ഏത് സ്ട്രീം ആണെങ്കിലും ഇതിന്റെ ഫീസ് വരുന്നത് 3,115 AUD ആണ്. അപ്പം ഇതാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ 3 സ്ട്രീമിലുള്ളവരാണെങ്കിലും ഫീസായിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. അടുത്തതായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത്, ഇതൊരു സ്പോൺസേർഡ് വിസ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്പോൺസർ വേണം. അതായത് ഒരു എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമതായിട്ട് ഇവർ പറയുന്ന രീതിയിലുള്ള മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് നമ്മളുടെ കറന്റ് ഒക്യുപ്പേഷനിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പാത്വേ ആണ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒക്യുപ്പേഷൻ ആ ഒരു സീസോൾ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്കിൽ അസസ്മെന്റ് ആവശ്യമായിട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ ആണ് നമ്മളുടേത് എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സ്കിൽ അസസ്മെന്റ് മസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ്. അപ്പം ആ ഒരു ലാംഗ്വേജ്, അതായത് IELTS 5 ഇൻ ഈച്ച് ബാൻഡ്, PTക്ക് ആണെങ്കിൽ 36 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ ലാംഗ്വേജിന്റെ ഒരു റിക്വയർമെന്റ് എന്തൊക്കെയാന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് എക്സാമിനേഷൻ, നമ്മുടെ മെഡിക്കൽ ക്ലിയർ ആയിട്ടുണ്ടാവണം. പിന്നെ ക്യാരക്ടർ ചെക്ക്, അതായത് നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾക്ക് നമ്മളുടെ ഡിപ്പെൻഡൻസിനെ, അതായത് നമ്മുടെ സ്പൗസിനെ, മക്കളെയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ ഉള്ളതാണ്. അത് പറ്റും. അപ്പോൾ പക്ഷെ അവർക്കും ഇപ്പം അവർ 18 ഇയേഴ്സ് എബവ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റുകൾ, അതായത് നമ്മളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്സും മെഡിക്കൽ ക്ലിയറൻസും ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ വിസയ്ക്ക് കുറച്ച് ഒബ്ലിഗേഷൻസ് ഉണ്ട്, അതായത് ബാധ്യതകളുണ്ട്. നമ്മൾ ഈ ഒരു SID വിസയിൽ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വിസ നമുക്ക് ഗ്രാൻഡ് ആയതിന്റെ 90 ദിവസത്തിനുള്ളിൽ, അതായത് 3 മാസത്തിനുള്ളിൽ നമ്മൾ നമ്മളുടെ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ഒക്യുപ്പേഷൻ ഏതാണോ, ഏത് കാറ്റഗറിയിലേക്കാണോ നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്, ആ ഒരു കാറ്റഗറിയിൽ തന്നെ മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ആ ഒരു എംപ്ലോയർക്ക് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാവുള്ളൂ. ഇത് അതിന്റെ വിസ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പെടുന്നതാണ്. അപ്പോൾ അതേപോലെ ഈ ഒരു 4 ഇയേഴ്സിന്റെ ഉള്ളിൽ നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു എംപ്ലോയറെ അല്ലെങ്കിൽ ആ എംപ്ലോയറിന്റെ അടുത്ത് തന്നെ വീണ്ടും വിസ റിന്യൂ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മളുടെ കൺട്രിയിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ പുതിയ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസേനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ക്വയറീസ് ഇവിടെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കട്ടെ. എനിക്ക് ഒരുപാട് ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 482 ഇനി ഇല്ലേ, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഏജ് കഴിഞ്ഞവർക്കാണെങ്കിലും വരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ഈ വീഡിയോനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഞാൻ എന്തെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിലോ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.